ഇന്നലകളിൽ ഞാൻ മോശമായി പോയി ഉസ്താദേ, കള്ളു കുടിച്ചു, പെണ്ണു പിടിച്ചു, പലിശ വാങ്ങി, കഞ്ചാവ് അടിച്ചു പോയി. ഇല്ല ചെറുപ്പക്കാരാ, ഒരു നിമിഷം നിനക്ക് മാറാൻ നീയത്തുണ്ടോ? ഒരു നിമിഷം നിനക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു നിമിഷം നിനക്ക് ചിന്തിച്ചാൽ നിന്റെ റബ്ബിലേക്ക് വഴിതിരിച്ച് നടക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എന്നാ നിനക്ക് ഈ ആളെ പോലെ ആകാ. ഈ നെഞ്ചറ്റം വരെ ദാടിരോമങ്ങളും വളർത്തി വന്ന സാത്വികനായ വിശുദ്ധനായ ആ മനുഷ്യനാരെന്നറിയോ? മഹാനായ ഖാളി ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു. കണ്ടോ, കഴിഞ്ഞുപോയ ഭൂതകാലത്തിന്റെ ഒരു പെരുങ്കള്ളന്റെ പേര് കേട്ടപ്പോ ഇങ്ങ് മുട്ടക്കാവിലിരുന്ന് നിങ്ങൾ പറയുന്നത് റളിയല്ലാഹു അൻഹു എന്നാ. എന്തുകൊണ്ട്? ഒരൊറ്റായത്തെ ദേഹത്തിനെ മാറ്റിമറിച്ചു ചെറുപ്പക്കാരാ. ഒരായത്തെ ദേഹത്തിനെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിക്കൊടുത്തു ചെറുപ്പക്കാരാ. ഒരായത്തെ ദേഹത്തിന് മാറ്റൊലി സൃഷ്ടിച്ചു ചെറുപ്പക്കാരാ. ആ മനുഷ്യൻ വളരെ സാത്വികനായി മാറി. അദ്ദേഹമാണ് നടന്നു പോകുമ്പോ തന്റെ പഴയകാല സുഹൃത്തായ ഒരാൾ തിരികെ വരികയാണ്. എതിരെ വന്നപ്പോൾ അയാളോട് ഫുളൈൽ ബിൻ ഇയാദ് തങ്ങൾ ചോദിക്കുന്നു, ഏ സഹോദരാ, കണ്ടിട്ടൊത്തിരി നാളായല്ലോ, എത്ര വയസ്സായെന്ന് ചോദിച്ചു. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഫുളൈൽ ബിൻ ഇയാദിനോട് അദ്ദേഹം മറുപടി കൊടുത്തത്, എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. ആ സമയത്ത് ഫുളൈൽ ബിൻ ഇയാദ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാ, നിന്റെ ഓട്ടം തീരാറായി മോനെ, നീ അള്ളാന്റെ അടുക്കലേക്ക് ഓടി ഓടി എത്തുകയാടാ. ഇത് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പേടിച്ചിട്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് കേട്ട മാത്രമേ ഫുളൈൽ ബിൻ ഇയാദ് തങ്ങൾ അയാളോട് ചോദിച്ചു, എന്റെ സഹോദരാ, നീ പറഞ്ഞതിന്റെ അർത്ഥം അറിയോ? അയാൾ പറഞ്ഞു, ഇല്ല, മുസീബത്ത് എത്തുമ്പോ പറയണമെന്നല്ലേ അത് പഠിച്ചത് ഞാൻ, അതുകൊണ്ട് ഞാനത് ഓതിയതാണ്. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ മുഅദ്ദിൻ വിളിക്കുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ കരുതും ആരോ മരിച്ചിരിക്കുകയാ. അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നാട്ടു നടപ്പും അങ്ങനെ തന്നെയാണ്, സഹജവും അങ്ങനെ തന്നെയാ. പക്ഷേ ഫുളൈൽ ബിൻ ഇയാദ് ചോദിച്ചു, അതിന്റെ അർത്ഥം നിനക്കറിയോ? അയാൾ പറഞ്ഞു, അറിയില്ല. ഫുളൈൽ ബിൻ ഇയാദ് തങ്ങൾ പറഞ്ഞു കൊടുത്ത അർത്ഥം ഞാനൊന്ന് പറഞ്ഞോട്ടെ ചെറുപ്പക്കാരാ. ഇനി നാളെ വഴലുണ്ടാവുമോ? അടുത്ത ന്യൂ ഇയർ എന്ന് പറയുന്ന 31-ന് പ്രസംഗിക്കാൻ കഴിയുമോ? ഇന്ത്യ രാജ്യത്തിന്റെ വർത്തമാനകാല സാഹചര്യം നമ്മളെ പേടിപ്പിക്കുന്നത് ഭാവിയുടെ ഭീകരമായ നിമിഷങ്ങളെയാ സൂചിപ്പിക്കുന്നത്. ഭൂതകാല ജീവിതത്തിന്റെ ഇന്നലകളിൽ ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു മഅ്ദനി ഉസ്താദിനെ പോലെ. അതെല്ലാം വർത്തമാനകാല സാഹചര്യത്തിന്റെ സ്പന്ദനങ്ങളിലൂടെ തൊട്ടറിയുകയാ. അത് ഭാവിയിലെ നീറ്റലായി മാറുമോ നമുക്കറിയില്ല. സഹോദരങ്ങളെ, ഇനി എത്ര നാള് വാഴുണ്ട് നമുക്കറിയില്ല കൂട്ടരെ. ഇനി എത്ര നാള് മുസ്ലിമായി നമുക്ക് തൊപ്പി വെച്ച് ദാടി വെച്ച് സ്വസ്ഥമായി നമുക്ക് സഞ്ചരിക്കാൻ കഴിയും നമുക്കറിയില്ലല്ലോ. പക്ഷേ ഈമാൻ നമ്മുടെ ഹൃദയത്തിലാണ്, ചോർന്നു പോകൂല. അത് രാജ്യം ആര് ഭരിച്ചാലും. കാരണം നമ്മൾ ഫിർഔനെ കണ്ട മക്കളോ, ഇനി നമ്മൾ ദജ്ജാലിനെ കാണാനുള്ള മക്കളോ. ഇതിനിടയിൽ നമ്മൾ കാണുന്നതൊന്നും നമുക്ക് ഭീകരമല്ലോ, കാണുന്നതൊന്നും നമുക്ക് വലിപ്പമുള്ളതല്ലോ. ഇതിനേക്കാൾ വലുത് നമ്മൾ കണ്ടതാ, ഇനി ഇതിനേക്കാൾ വലുത് കാണാനുള്ളതാ. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ കണ്ണിൽ വലുതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനി എന്താ നടക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയാ, ഫുളൈൽ ബിൻ ഇയാദ് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഇന്നാലില്ലയുടെ അർത്ഥമറിയോ? ഇനി പള്ളിയിൽ നിന്നത് കേൾക്കുമ്പോ മനസ്സിൽ ഓർമ്മ വരേണ്ടത് ഇതായിരിക്കണേ മുസ്ലിം പെങ്ങളെ. ഇന്നാലില്ല എന്ന് പറഞ്ഞാൽ ഫുളൈൽ തങ്ങൾ പറയുന്നു, വമൻ അലിമ അന്നഹു അബ്ദുൻ, ഒരാൾ അടിമയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഫൽയഅലം അന്നഹു റാജിഉൻ, അവൻ അറിയണം അല്ലാഹുവിലേക്ക് അവൻ മടങ്ങണമെന്ന്. വമൻ അലിമ അന്നഹു റാജിഉൻ, ഒരുവൻ അല്ലാഹുവിലേക്ക് മടങ്ങണമെന്നറിഞ്ഞാൽ ഫൽയഅലം അന്നഹു മൗഖൂഫ്, അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് അവൻ അറിയണം. വമൻ അലിമ അന്നഹു മൗഖൂഫുൻ, ഒരുവൻ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണമെന്നറിഞ്ഞാലോ ഫൽയഅലം അന്നഹു മസ്ഊൽ, അല്ലാഹു അവനോട് ചില കാര്യങ്ങൾ ചോദിക്കും
ചോദിക്കുമെന്നവൻ അറിയണം. വമൻ അലിമ അന്നഹു മസ്ഊൽ, ആരെങ്കിലും അവന് ചോദിക്കപ്പെടുമെന്ന് ബോധ്യം വന്നാലോ ഫലിയഉദ്ദ ലിസുആലി ജവാബാ, അവന് വ്യക്തമായി ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ആ സമയത്ത് ഞെട്ടലോടെ മനുഷ്യൻ ചോദിച്ചു, ഫുളൈൽ തങ്ങളെ, വമൽ ഹീലതു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് വേണം പറയും. 60 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ, നിന്റെ ജീവിതം തീർന്നല്ല മോനെ എന്ന് പറഞ്ഞപ്പോൾ, ഇന്നലെ വരെ മോശമായി നടന്നൊരു മനുഷ്യൻ ഒരു ബോധോദയം വന്ന് വഴിതിരിഞ്ഞ് നടന്ന സാത്വിക മേഖലയിലെ സൂഫി ചക്രവാളത്തിന്റെ അതുല്യ സൂര്യ തേജസ്സായി മാറിയ ഫുളൈൽ ഇബ്നു ഇയാദ്. നെറ്റിലൊന്ന് പരിശോധിക്ക്, കിതാബുകൾ എടുത്ത് പരിശോധിക്ക്. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ഉപദേശങ്ങൾ മാത്രം മതി ഒരു പുരുഷായുസ് പ്രസംഗിക്കാൻ. അത്രയും വലിയ ഉപദേശകനായി മാറി അദ്ദേഹത്തിന്റെ ഉപദേശത്തിലാണ് ഇന്നാലില്ല പറഞ്ഞപ്പോ പറഞ്ഞു, നിനക്ക് അറിയോ അതിന്റെ അർത്ഥം? അങ്ങനെ അങ്ങ് പറഞ്ഞാ മതിയോ? ഇല്ല, എനിക്ക് അറിയില്ല. എന്ത് മുസീബത്ത് വന്നാലും പറയണമെന്നാണല്ലോ. കാല് കല്ലിലൊന്ന് തട്ടുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്ത്? കായുമ്പൂവല്ല, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിളക്കണഞ്ഞു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിളക്കണഞ്ഞപ്പോ ആയിഷ ബീവി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിളക്കണഞ്ഞപ്പോ മിണ്ടാതിരുന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖൂലി അൽ ഇസ്തിർജാ, ഇന്നാലില്ല ചൊല്ലു മോളെ. നബിയെ, ആരും മരിച്ചില്ലല്ലോ, ഇത് വിളക്കണഞ്ഞതല്ലേ? അതേ മോളെ, വിശ്വാസികൾക്ക് വരുന്ന ഏത് വിപത്തും അത് മുസീബത്ത് തന്നെയാ. ഇതൊരു മുസീബത്താണ്. ഇസ്തിർജാ ചൊല്ലിക്കോ, അതാ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളോട് എന്താ പറയുന്നത്? അള്ളാഹു നമ്മൾ അടിമകളാണെന്നറിഞ്ഞാൽ തിരിച്ചു പോകണമെന്ന് ബോധ്യം വേണം. തിരിച്ചു പോകുന്നെങ്കിൽ അള്ളാന്റെ മുമ്പിൽ നിന്നേ പറ്റൂ, നിൽക്കുന്നെങ്കിൽ മറുപടി കൊടുത്തേ പറ്റൂ. മറുപടിക്ക് വേണ്ടി നമ്മൾ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തി പോണം. എന്താ അതിനുള്ള വഴിയെന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അതാണ് 2023 കാലെടുത്ത് വെക്കുന്ന എന്റെ മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അഹ്ലുൽ ഈമാനിനോടാണ്, അല്ലാതെ സോഷ്യൽ മീഡിയയിലെ തമ്പുരാക്കന്മാരായ വിവരം കെട്ട വിവരദോഷികളോടല്ല. ഇത് വിശ്വാസികളോട് മാത്രം പറയുന്നതാണ്. മുസ്ലിം നാമധാരികളായി സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡിയിൽ വന്നിരുന്ന്, അതല്ലെങ്കിൽ മുസ്ലിം ഐഡി ഉണ്ടാക്കി വെച്ചിട്ട് അത് അല്ലാത്ത ഒരു സമൂഹമായി എടുത്തുദ്ധരിക്കുകയോ, അതല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് എക്സ് എന്ന പേരിൽ പുറത്തേക്ക് പോയിട്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് പറയുന്നതല്ല, ഞങ്ങളുടെ സമുദായത്തിലെ ഞങ്ങളുടെ വിശ്വാസികളോട് ഞങ്ങൾ പറയുന്ന കാര്യമാണ്. നിങ്ങൾക്കത് ചൊറിച്ചിലുണ്ടാകേണ്ട കാര്യമില്ല. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫുളൈൽ തങ്ങൾ പറഞ്ഞു, അഹ്സിൻ ഫീമാ ബഖിയ യഗ്ഫിറു ലക മാ മള. അതാ ഇനി ചെയ്യേണ്ടത്. 2023 എന്ത് ചെയ്യണം? ഇനി നീ നന്നായിക്കും. കഴിഞ്ഞതൊക്കെ അഹ്സിൻ മാ ബഖിയ, ഇനി ശേഷിക്കുന്ന നീ നന്നാക്കിയെടുക്ക്. എന്നാൽ യഗ്ഫിറു ലക മാ മള, ഇതുവരെയുള്ളത് അല്ലാഹു പൊറുക്കും. എന്തുണ്ടെങ്കിലും അല്ലാഹു പൊറുക്കും. ഇനിയും നിനക്ക് നന്നാവാൻ താല്പര്യമില്ലെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിലവിലതും പിടിക്കും, കഴിഞ്ഞതും പിടിക്കും, ഇനി വരാനിരിക്കുന്നതും പിടിക്കും. അല്ലാഹുവിന്റെ പിടുത്തം ഇന്ന റബ്ബക ലബിൽ മിർസാദ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പിടുത്തം ഭീകരമാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു ഒരിക്കലും നമ്മൾ ഒരു ദുർബലനായിട്ട് കാണരുത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു പതിസ്ഥലത്തിരിക്കുന്നവനാണ്, ഒളിച്ചിരിക്കുന്നവനാണ്, ചാടി വീഴും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സഹോദരങ്ങളെ, അല്ലാഹു ഖൈറുൽ മാകിരീൻ, അവൻ വല്ലാതെ പിടിച്ചു നിർത്തുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നാളകളെ നമുക്ക് നന്നാക്കിയെടുക്കാം. ഇന്നലകളുടെ കാര്യമോർത്തുകൊണ്ട് ഈസാ നബി പറഞ്ഞതുപോലെ സമയം 3 ആണ്. ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലത്തെ കാര്യം കഴിഞ്ഞു, പോയി. ഇനി അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഉള്ളത് സാഅത്തുൻ, നിനക്കിനി വരാനിരിക്കുന്ന സമയം. ലാ തദ്രി അതുദ്രികുഹ നിനക്കത് അവിടെ എത്താൻ പറ്റോ ഇല്ലെന്ന് നിനക്കറിയില്ല. അപ്പൊ ഏതാ ചെയ്യേണ്ടത്? നീ നിൽക്കുന്ന സമയം 2024 വരുമോ ഇല്ലെന്ന് നമുക്കറിയില്ല.
2022 പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. 2023 നന്നാക്കാൻ നോക്കി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് രണ്ടാമത്തെ അല്ലാഹു ആദരിച്ചതിന്റെ രണ്ടാമത്തെ തലമാണ് ഞാൻ പറഞ്ഞത്. സഹോദരങ്ങളെ, അല്ലാഹു നല്ല സമയത്തിൽ പടച്ചു. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അല്ലാഹുവിന് നല്ല സമയങ്ങൾ തിരിച്ചു കൊടുക്കണം. ഞാൻ ചുരുക്കി പറയട്ടെ, ഒരു 15 മിനിറ്റ് കൂടി, ബാക്കി കാര്യങ്ങൾ നമുക്ക് കുറച്ച് പറയാനുണ്ട്. സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നത്, ഏറെ താല്പര്യമുള്ളത് ഇതുപോലുള്ള മതവിജ്ഞാന വേദികളാണ്, ഇതുപോലുള്ള സദസ്സുകളാണ്. അള്ളാഹുവിന്റെ മാലാകമാരിൽ ചിലരെ അള്ളാഹു ഭൂമിയിൽ വിന്യസിച്ചിട്ടുണ്ട്. അവരുടെ ഡ്യൂട്ടി എന്താണ്? വേറെ ഒരു ഡ്യൂട്ടിയും അവർക്കില്ല. അവരിങ്ങനെ നാട് ചുറ്റി നടക്കണം. എവിടെ ഇൽമിന്റെ സദസ്സുണ്ട് അവിടെ കയറി ഇരിക്കണം, എന്നിട്ട് നീച്ച് പോകണം. അതാണ്. അങ്ങനെ വന്ന മലക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ കാണുന്നില്ല. നമ്മൾ രണ്ടാമതും മൂന്നാമതും കസേര ഇറക്കിയിട്ട് കൊടുത്തു ഇരിക്കാൻ ആളുകൾക്ക്. പക്ഷെ അള്ളാന്റെ മാലാകമാര് അതിനു മുമ്പേ ഇവിടെ വന്ന് സ്ഥലം പിടിച്ചു. അവർക്ക് നമ്മുടെ കസേരയും വേണ്ട, നമ്മുടെ കട്ടചായം വേണ്ട, നമ്മുടെ ബിസ്ക്കറ്റും വേണ്ട. അള്ളാഹുവിന്റെ മലായികമാര് നമുക്ക് സംഭാവനയും തരില്ല. അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വരിക, ഇരിക്കുക, എണീറ്റ് പോവുക. നമ്മൾ കാണാത്ത മലായികത്തുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവരുടെ സാന്നിധ്യവും സാമീപ്യവും നല്ല മലായികത്തുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലായികത്തുകളുടെ പ്രത്യേകത, അവര് നമ്മുടെ ജോലിക്കാരാണ്. അൽഹംദുലില്ലാഹ്, ഒരു വീഴ്ചയിൽ വീഴാതെ നമ്മളെ താങ്ങാൻ ലഹു മുഅഖിബാത്ത്, ഹഫളത്തിന്റെ മാലാകമാർ, സംപ്രൊട്ടക്ഷന്റെ മാലാകമാർ. നമ്മൾ സങ്കടപ്പെടുമ്പോൾ ഒന്ന് സാന്ത്വനപ്പെടുത്താൻ, നമ്മൾ മറിഞ്ഞു വീഴുമ്പോൾ ഒന്ന് പിടിക്കാൻ അള്ളാഹുവിന്റെ മലക്കുകളെ അള്ളാഹ് ഇങ്ങനെ വിട്ടിരിക്കാൻ. സൂറത്ത് റഅദ് എടുത്ത് പരിശോധിച്ചു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അള്ളാഹുവിന്റെ മലായികത്തുകൾ ഒരു വിഭാഗം ഹഫളത്തിന്റെ മാലാകമാരാ. അള്ളാഹു ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിരിക്കാൻ, നമുക്ക് ഒരു ആപത്തിലേക്ക് ചാടാതിരിക്കാൻ. നമ്മൾ എന്ത് പറയോ അപ്പോഴൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടി നിൽക്കാൻ അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നലെ ഞാൻ തീർത്തിട്ടില്ല, ഈ കാര്യം കൂടെ കേട്ടിട്ടേ പോകാവൂ. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെ 12 മണി വരെ ഇരുത്തിയിട്ട്. എന്തിനാ? അതിന്റെ ആവശ്യമില്ല. അത് നിങ്ങൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ കള്ളുകുടിയന്മാരും പെണ്ണുകുടിയന്മാരും ചൂത് കളിക്കാൻ ചീട്ട് കളിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിലല്ലേ പിടിച്ചിരുത്തേണ്ട ആവശ്യമുള്ളൂ. ഈ ഇരിക്കുന്നവരൊക്കെ നല്ല ആളുകളാണ്. നിങ്ങൾ വീട്ടിൽ പോയാൽ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങുന്നവരാ, ഇല്ലെങ്കിൽ അവിടെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ പറഞ്ഞിരിക്കുന്നവരാ. അല്ല, നിങ്ങൾ ആരും എങ്ങും പോകില്ല എന്നറിയാം. പിന്നെ ഞങ്ങളെ 12 മണി പിടിച്ചിരുത്തേണ്ട കാര്യം അല്ല. അങ്ങനെ പിടിച്ചിരുത്തിയിട്ട് എന്ത് കിട്ടാനാ? ഈ 12 മണിയുടെ പ്രത്യേകത എന്താ? ഡിസംബർ 31 യാതൊരു മഹത്വവും നമ്മൾ കിതാബുകളിൽ ഒന്നിലുമില്ല. കിതാബുകളുടെ പരിഭാഷകളിൽ പോലും എഴുതിയിട്ടില്ല. അതിന്റെ സൈഡിൽ പോലും എഴുതിയിട്ടില്ല. അതിനിട്ടിരിക്കുന്ന പൊതിയിൽ പോലും ഉണ്ടായിട്ടില്ല. പിന്നെ ഡിസംബർ 30 മാത്രം വിളിച്ചിരുത്തേണ്ട കാര്യമില്ല. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? പോയിട്ട് റാഹത്തായിട്ട് കൂർക്കം വലിച്ചിറന്ന് ഉറങ്ങിക്കൂടെ, എന്നിട്ട് നേരത്തെ എണീച്ച് ദുആരക്കി. എന്നത്തെ പോലെ അല്ല. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഉള്ള ദിവസം ഉസ്താദുമാര് പള്ളിയിൽ അനൗൺസ് ചെയ്യൂലേ? അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നിർത്തും. 11:30 മണിക്ക് ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. നാളെ കാസർഗോഡ് എനിക്ക് നേരെ ഇങ്ങോട്ട് എന്റെ രാവിലെ തിരിക്കാനുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ തന്ന കവർ ഇൻഷാ അല്ലാഹ് ആദ്യം ആ കവർ ഒന്ന് വാങ്ങിക്കൊണ്ടുവരും. രണ്ടും കൂടെ ഒന്നായ പിന്നെ അതിലാക്കി ആദ്യ കവർ മാത്രം ഇടി. അതല്ലേ നല്ലത് ഫൈസലെ? ആദ്യ കവർ മാത്രം കേട്ടോ. ആരും ഇപ്പൊ പൈസ ഇടരുത് ഇൻഷാ അല്ലാഹ്. ആ കവർ കൊണ്ടുപോയവർ മാത്രം അതിനകത്ത് ഇട്ടാൽ മതി, അല്ലാത്തവർ ഇടണ്ട. പൈസ പിന്നെ ഇടാം നമുക്ക് ഇൻഷാ അല്ലാഹ്. എല്ലാം കൂടെ ഒരുമിച്ചാക്കണ്ട ഇൻഷാ അല്ലാഹ്. കവർ ഉള്ളവർ കവർ ഇട്ടോളി. അതെ, ഇനിയിപ്പോ അങ്ങനെ അല്ലാതെ ഒരുമിച്ച് മതിയോ? ആദ്യം രണ്ടു മതിയോ? ശരി, കവർ വാങ്ങിച്ചു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ചെറുപ്പം നിങ്ങൾ നോക്കിയേ, ഈ ഫൈസലൊക്കെ ഈ സമയത്ത് പിന്നെ കൊല്ലം ബീച്ചിൽ പോയി ജമാഅത്തി ഒന്ന് പുറത്താക്കുവോ? മുട്ടയ്ക്കാവ് ജമാഅത്തി ഒന്ന് പുറത്താക്കുവോ? അവനെന്താ ഈ ബക്കറ്റ് കൊണ്ട് കിടക്കുന്നത്? ഈ സമയത്ത് അവന് വേണമെങ്കിൽ അവിടെ പോയി പട്ടം പറത്തിക്കൊണ്ടിരുന്നൂടെ? അത് തന്നെയാണ് അൽഹംദുലില്ലാഹ് ഈ സദസ്സിന്റെ പോരിശ എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. ഈ ഫൈസലിനെ പോലുള്ള നേരത്തെ ഇവിടെ പറഞ്ഞ ചെറുപ്പക്കാര്, നേരത്തെ മരണപ്പെട്ടവർക്ക് അല്ലാഹ് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഈ ചെറുപ്പക്കാര് ഈ സമയത്ത് എവര് പാൻപരാഗമായിട്ടെന്ന് ശംഭുവും വെച്ച് പിന്നെ എന്തൊക്കെ ഉണ്ടല്ലോ, വില കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനൊക്കെ ഇപ്പൊ പുതിയ വെർഷനാണ്, പുതിയ വെർഷനുകളാണ്. എവിടെയൊക്കെ ആയിരുന്നു മദ്യപിക്കുന്ന? ആരൊക്കെയാ മദ്യപിക്കുക? യവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ആലോചിച്ച് നോക്കിയേ.
അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. ബുദ്ധിയുള്ളവരാണല്ലോ, വിവേകമുള്ളവരാണല്ലോ. പിന്നെ എപ്പോഴും ഒരുത്തൻ നടന്ന് കല്യാണം കഴിക്കുന്നു എന്നതിന്റെ പേരിൽ കല്യാണം ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? ഒരുത്തൻ നടന്ന് കെട്ടുക, തിരുവനന്തപുരത്തുനിന്ന് കെട്ടി, കൊല്ലത്തുനിന്ന് വേറൊന്ന് കെട്ടി, പത്തനംതിട്ടയിൽ നിന്നും കെട്ടി, കോട്ടയത്ത് കയറി കെട്ടി, ഇടുക്കിയിൽ കയറി കെട്ടിയിട്ട് നേരെ എറണാകുളത്തുനിന്ന് അവിടെ നിന്നും കെട്ടി, പിന്നെ തൃശ്ശൂരും പോയി കെട്ടി, അവിടെ നിന്ന് കെട്ടി കാസർഗോഡ് എത്തിയപ്പോൾ 14 പെണ്ണായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വിവാഹം ഹറാമാണെന്നും അത് മോശമാണെന്നും പറയാൻ പറ്റുമോ? പറ്റൂല. ഏവനെങ്കിലും ഏതെങ്കിലുമൊക്കെ എരപ്പാളികൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട് വെള്ള വസ്ത്രത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്താൻ ഏതെങ്കിലും എംബോക്കികൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു സമൂഹത്തിന്റെ മേൽ വെച്ച് കെട്ടണ്ട. നിനക്ക് ഈ വേഷം ഒരു ദുഷ്ടലാക്കാക്കിയതിന്റെ പേരില ഇതിനൊക്കെ തക്കതായ ശിക്ഷ ഈ ദുനിയാവിൽ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. ഏറ്റവും മോശമായ നിലയിൽ അള്ളാഹുവിന്റെ ദീനിനോട് കളിക്കരുത്, അവന്റെ പള്ളിയോട് കളിക്കരുത്. ഈ തൊപ്പി എന്ന് പറയുന്നത് ഇസ്സത്തിന്റെ തൊപ്പിയ, ഇത് അന്തസ്സിന്റെ തൊപ്പിയ, ഇത് അബൂ ഹുറൈറ വെച്ച തൊപ്പിയ, ഇത് സയ്യിദുനാ ഉസ്മാൻ തങ്ങൾ വെച്ച തൊപ്പിയ. ഇതിനൊരു മഹത്വമുണ്ട്. ഈ ഷോള ബിലാൽ തങ്ങൾ ഉപയോഗിച്ചതാണ്. ഈ കംദൂറ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചതാണ്. ഈ മുണ്ട് മഹാനായ സഈദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചതാണ്. ഇതിനൊരു പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യം കളഞ്ഞു കുളിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഏവനെങ്കിലും അവന്റെ ഒക്കെ ഭക്ഷണത്തിന്റെ കൂടുതൽ കൊണ്ടോ രക്തത്തിന്റെ ഓട്ടത്തിന്റെ കൂടുതൽ കൊണ്ടോ എന്തെങ്കിലും കാണിച്ചു കൂട്ടി എന്ന് കരുതിയിട്ട് ഒരു സമുദായത്തെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ വിമർശനത്തിനോ ആക്ഷേപത്തിനോ നിങ്ങൾ ഒരിക്കലും മുതിരരുത്. ഇത് പാരമ്പര്യം അല്ലാഹുവിന്റെ ഹബീബിന്റെതാ. ഏവനെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ മാതൃകാപരമായ ശിക്ഷ കൊടുത്ത്, അവന് ടക്കറായ ശിക്ഷ കൊടുത്ത്, ഇതുവരെയുള്ള ശിക്ഷകളൊന്നും ശിക്ഷ അല്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അല്ലാഖിലെ തക്വീഹുൽ ഇഷാറ എന്താണ് കാര്യം എന്ന് ഞാൻ പറയുന്നില്ല. ബുദ്ധിയുള്ളവന് സൂചന മതിയാവും. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ സമയത്ത് ഫൈസലിനെ പോലുള്ള ചെറുപ്പക്കാരൊക്കെ ഇവിടെ ബക്കറ്റും പിടിച്ചുകൊണ്ട് നടക്കുന്നു. അതുപോലെ തന്നെ വെളിച്ചക്കാലയിലുള്ള ഒരു സാധുവിന് കിഡ്നി സംബന്ധമായ രോഗം വന്നപ്പോ സഹായിക്കുന്നു. എത്ര മഹത്വം! അൽഹംദുലില്ലാ. ഇവൻ അല്പം അങ്ങോട്ട് ചെന്നിട്ട് വാട്ടീസ് ഓടിച്ചിങ്ങനെ നടന്നാൽ ആരെങ്കിലും ജമാഅത്തിൽ നിന്ന് പുറത്താക്കുവോ? അങ്ങനെയാണെങ്കിൽ ജമാഅത്തിൽ ആരാ ഉണ്ടാവുക? അല്ലാഹു അക്ബർ. ഒരു മഹല്ലിൽ നിന്ന് കള്ളുകൂടിയന്മാരൊക്കെ പുറത്താക്കുമെങ്കിൽ ഒന്ന് ആലോചിച്ചു. പിന്നെ ഇല്ലാത്തതൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് വേറൊരു കാര്യമാണ്. രാവിലെ നേരം വെളുത്തിറങ്ങി ഒരുത്തർ ഇങ്ങനെ നിൽക്കുക, ഒരുത്തർ വീഡിയോ അയച്ചു എന്നിട്ട് പറഞ്ഞു ഉസ്താദ് ഒന്ന് കാണണം. നിങ്ങളൊക്കെ കണ്ടു കാണും. അത് പിന്നീട് ആരോ പറഞ്ഞത് ഷോർട്ട് ഫിലിം ആണ് എന്നൊക്കെ പറഞ്ഞു. എനിക്കിതൊന്നും അറിയില്ല. ഏതായിരുന്നാലും അൽഹംദുലില്ലാ ഒരാൾ അയച്ചു എന്നിട്ട് പറഞ്ഞു ഉസ്താദ് ഒന്ന് കാണണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കുറച്ചേ ഉള്ളൂ. ഒരാൾ ഇങ്ങനെ ചെറുപ്പക്കാരൻ, നിങ്ങൾ കണ്ടിട്ടില്ല. വലിയ ഉസ്താദന്മാർക്ക് പ്രായമുള്ളവർക്കൊന്നും ഈ സാധനം ഇല്ലല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാ സ്വസ്ഥമാണ്. നടൻ മോഹൻലാൽ പോലും വാട്സപ്പ് ഉപയോഗിച്ചിട്ട് എത്ര കൊല്ലം കഴിയും? നടൻ മോഹൻലാലിന് വാട്സപ്പ് ഇല്ല. അയാൾ തുറന്നു പറഞ്ഞതാണ്. പിന്നെ അയാൾ എടുത്തൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്താ? സമയം വേസ്റ്റ് ആവുന്ന പറഞ്ഞത്. ശരിയാണ്. ഇങ്ങനെ വെള്ളം കയ്യിലിട്ട് ഇങ്ങനെ ഒരുത്തനെന്തോ ഉരുട്ടിയെടുക്കുക. അപ്പൊ അതുവഴി ഒരു സ്ത്രീ പോയി. ആ സ്ത്രീ ഇങ്ങനെ ഒന്ന് മുഴപ്പിച്ചിട്ട് പോയി. എന്നിട്ട് അപ്പുറത്തോട്ട് ചെന്നിട്ട് മൊബൈൽ എടുത്തിട്ട് പറഞ്ഞു, ഇന്നവളുടെ മകൻ കഞ്ചാവിന്റെ ഉപഭോക്താവാണ്. അവൻ വരുന്ന വഴിയിൽ കഞ്ചാവ് ഉരുട്ടുന്നത് ഞാൻ കണ്ടതാണ്. എല്ലാരും ഷെയർ ചെയ്യണം, എല്ലാരും ഇതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കണമെന്നും പറഞ്ഞിട്ട് വോയിസ് ഇട്ടു. പിന്നീട് വീണ്ടും ക്യാമറ കാണിക്കുന്നത് അവനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നതാ. ഈ പാവം എന്താ ഉരുട്ടിയെന്നറിയോ? രാവിലെ എണീച്ചിട്ട് ഉമിക്കിരി ഉരുട്ടിയിട്ട് പല്ല് തേക്കാൻ വേണ്ടി എടുത്തതാ. കഷ്ടം. അതിനിടയിൽ തന്നെ 1000 പേര് ഷെയർ ചെയ്ത്, 10000 പേര് കമന്റ് അടിച്ച്, പിന്നെ കുറെ ആളുകൾ ലൈക്ക് അടിച്ച്, പിന്നെ ഇവന്റെ ഭാവി പോയി. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് കൊണ്ട്, ഉള്ളതിനെ ഇല്ലാന്നോ ഇല്ലാത്തതിനെ ഉള്ളതെന്നോ പറയാൻ നമുക്ക് കഴിയില്ല. അതെല്ലാം അള്ളാഹുവിനെ അറിയൂ. നമ്മൾ അതുകൊണ്ട് അതതിന്റെ വഴിക്ക് വിടുക. നമ്മുടെ കാര്യം നോക്കി നടക്കുക. നമ്മുടെ മുതുകത്തിരിക്കുന്ന കൂന് നന്നാക്കാൻ നോക്കുക. അല്ലാതെ അപ്പുറത്തവന്റെ കണ്ണി കിടക്കുന്ന കരടെടുക്കാൻ വേണ്ടി നമ്മൾ നടക്കണ്ട. നമ്മുടെ വിരൽ എങ്ങനെയെങ്കിലും ഒന്ന് കൈവച്ച് പിടിപ്പിക്കാൻ നോക്കുക. അല്ലാതെ അവന്റെ വിരലിൽ എത്ര നഖമുണ്ടെന്ന് നോക്കി നടക്കണ്ട. അതുകൊണ്ട് നമ്മൾ സ്വയം നന്നായി അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമതായി ഞാൻ ഇതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഇനിയും ഘട്ടങ്ങൾ വേറെയുണ്ട്. 3, 4, 5, 6 ഒക്കെ മനുഷ്യനെ അള്ളാഹ് ആദരിച്ചതിന്റെ ശൈലി പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഞാൻ ആമുഖമായി ഓതി വെച്ചതും ആ ആയത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന് കൊടുത്ത പ്രത്യേകത എന്തെന്നറിയോ? ഇത് കേൾക്കണേ എന്റെ സഹോദരങ്ങളെ. അല്ലാഹു മനുഷ്യന് കൊടുത്ത
കൊടുത്ത ഏറ്റവും വലിയ പ്രത്യേകത, ആദരിച്ചതിന്റെ മൂന്നാമത്തെ ഘട്ടമേതെന്നറിയോ? അല്ലാഹു മനുഷ്യന് കൊടുത്ത രൂപമാ. അല്ലാഹു മനുഷ്യന് കൊടുത്ത രൂപമാ. എന്ത് രൂപത്തിലാണ് നമ്മളെ അല്ലാഹു പടച്ചതെന്നറിയോ ചെറുപ്പക്കാരാ? അല്ലാഹു നമുക്ക് തന്ന രൂപം എത്ര മനോഹരമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഏതെങ്കിലും ഭർത്താവിനോട് ഭാര്യ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളെ മുഖം ഞാൻ കണ്ട് കൊതി തീർന്നെന്ന്, നിങ്ങളെ കണ്ട് ഞാൻ മടുത്തുയിക്ക എന്ന് ഏതെങ്കിലും ഭർത്താവിനോട് ഭാര്യ പറയോ? കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത ഒരേ ഒരു പടപ്പുണ്ടെങ്കിൽ അത് മനുഷ്യൻ മാത്രമാണ്. ഒരു ദിവസം മാറി നിൽക്കണം, അപ്പോഴറിയാൻ വിളി എവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തി. ഭാര്യ വിളിക്കും, മക്കൾ വിളിക്കും. നമുക്ക് കൊല്ലത്ത് പോയാൽ തിരിച്ചിവിടെ മൊട്ടക്കാവിൽ എത്തുന്നത് വരെ ഒരു രീതിയിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവൂല. കാരണം എന്താ? മടുത്തതാണോ? നമ്മൾ കൊടൈക്കനാലിൽ പോയാൽ, ഊട്ടിയിൽ പോയാൽ, വാഗമണിൽ പോയാൽ, അതല്ലെങ്കിൽ നമ്മൾ താജ്മഹലിൽ പോയാൽ, കുത്തബ്മിനാറിൽ പോയാൽ, എവിടെ പോയാലും നമ്മൾ 1, 2, 3 തവണ പോകുമ്പോൾ നമ്മൾ പറയും മതി, അവിടെ നമ്മൾ കണ്ടതല്ലേ, അത് കണ്ടതല്ലേ എന്ന് പറയും. ആ രീതിയിൽ നമ്മൾ കണ്ടാൽ മടുത്തു പോകും. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരാൾ എന്റെ സഹോദരങ്ങളെ, മനുഷ്യരെ കണ്ട് മടുത്തിട്ടുണ്ടോ? ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഏറ്റവും നല്ല സൗന്ദര്യം നമുക്ക് തന്നു. മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വീണ്ടും ഭാര്യ പറയും, ഞാൻ ഒന്നുകൂടെ കണ്ടോട്ടെ, ആ തുണി കൊണ്ട് മൂടല്ലേ, ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മയ്യത്തിന്റെ ചാരത്തേക്ക് ഓടി വരുന്നത് കണ്ടിട്ടില്ലേ? സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു ഏറ്റവും വലിയ ആദരിക്കപ്പെട്ട മനുഷ്യരായ അള്ളാഹു തആല ഈ വിഭാഗത്തെ മാറ്റുമ്പോൾ അള്ളാഹുവിന്റെ ആദരവിന്റെ മൂന്നാമത്തെ ഘട്ടമാണ്. ഏറ്റവും നല്ല രൂപത്തിലാണ് അല്ലാഹു മനുഷ്യനെ പടച്ചത്. അല്ലാഹു തന്നെ പറഞ്ഞതെന്താ? വതീനി വസ്സൈതൂനി വതൂരി സിനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അത്തിമരം തന്നെയാണ് സത്യം. വസ്സൈതൂൻ, ഒലീവ മരം തന്നെയാണ് സത്യം. വതൂരി സിനീന, തൂരി സൈനാ പർവതം തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, ഈ നിർഭയത്വത്തിന്റെ മണ്ണാകുന്ന മക്കയെ തന്നെയാണ് സത്യം. ലഖദ്, അല്ലാഹു ഇവിടെ സത്യം ചെയ്ത് പറഞ്ഞത് 6 കാര്യങ്ങൾ കൊണ്ടാ. 1 അത്തീർ, 2 വസ്സൈതൂൻ, 3 വതൂരി സീനി, 4 വഹാദൽ ബലദിൽ അമീൻ, 5 ആദ്യത്തെ ല എന്ന അക്ഷരം, പിന്നെ ഖദ് എന്ന അക്ഷരം, ആ കലിമത്ത്. അത് കഴിഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാം തീർച്ചയായും പടച്ചിരിക്കുന്നത് ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല സൗന്ദര്യത്തിലാ. നിങ്ങൾക്ക് ഞാൻ ഖുർആനിന്റെ ആയത്ത് കൊണ്ട് തെളിയിച്ചു തരാ, ഹദീസിന്റെ ശകലങ്ങൾ കൊണ്ട് നമുക്ക് തെളിയിക്കാം. സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ളത് ആർക്കെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൗന്ദര്യം കൊടുത്തത് ആകാശത്തിനല്ല. എത്ര സൗന്ദര്യമാണ് സൂര്യനെ കാണാ, എത്ര സൗന്ദര്യമാണ് അല്ലാഹു പടച്ചതായ ചന്ദ്രനെ കാണാ. നിലാവുദിക്കുന്ന സമയത്ത് 14 പൗർണമിയെ കാണാൻ എത്ര മനോഹരമാണ്. അതെത്ര നക്ഷത്രങ്ങളെ കാണാൻ എത്ര രസമാണ്. കലർ വിളിക്കുന്ന അലമാലകളെ കാണാൻ എന്ത് രസമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ആരെങ്കിലും ആവർത്തിച്ചു നോക്കുമോ? ഇല്ല. പക്ഷേ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു വിഭാഗമാരാ. പച്ചവെള്ളവും പച്ചമണ്ണും കൂട്ടിക്കലറ്റി കൊട്ടിയ ശബ്ദം കേൾക്കുന്ന രീതിയിൽ അല്ലാഹു പടച്ച മനുഷ്യനെയല്ലേ? ആ മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത സൗന്ദര്യം എല്ലാത്തിനേക്കാളും സൗന്ദര്യമാണ്, എല്ലാത്തിനേക്കാളും സൗന്ദര്യമാണ്. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഇസ്മു തഫ്ളീലാണ്, ഏറ്റവും നല്ല സൗന്ദര്യമെന്നാണ്. അല്ലാഹു പറഞ്ഞത് ഹുസ്ൻ എന്ന വാക്കല്ല, അല്ലാഹു പറഞ്ഞത് അഹ്സൻ എന്ന വാക്കാ, ഏറ്റവും സൗന്ദര്യമുള്ളതെന്നാണ്. ആ ഒരു രീതിയിലാണ് അല്ലാഹു നമ്മളെ പഠിച്ചത്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര്, മലായികത്തുകള് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുന്നത് ഏത് കോലത്തിലാ? ഏത് കോലത്തിലാ?
ഏത് കോലത്തിലാണ്? ഒരിക്കൽ റസൂലുള്ളാഹി തന്റെ സരസിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് കറുത്ത തലമുടിയുള്ള യാത്രാക്ഷീണങ്ങളൊന്നുമില്ലാത്ത എന്നാ നാട്ടുകാർക്ക് സുപരിചിതനല്ലാത്ത ഒരാള് കടന്നു വരികയാ. കാണാൻ എന്ത് രസമാണ്. അയാള് നബി തങ്ങളുടെ മുട്ടോട് മുട്ട് ചേർത്ത് വെച്ചു. ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മടങ്ങി പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വന്നത് ജിബ്രീൽ അലൈഹിസ്സലാം. എത്ര സൗന്ദര്യത്തിൽ വന്നു. അതാരുടെ കോലത്തില്? കുതിരയുടെ കോലത്തിലല്ല. അള്ളാഹുവിന്റെ മലക്ക് വന്നത് മനുഷ്യന്റെ കോലത്തിൽ. കാരണം അവര് വേഷം മാറുന്നെങ്കിൽ ഏറ്റവും മനോഹരമായ കോലത്തിലല്ലേ മാറൂ, നല്ല കോലത്തിലല്ലേ മാറൂ. ഒരിക്കൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യയോടൊത്ത് വീട്ടിലിരിക്കുകയാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, ഭാര്യയോടൊത്ത് സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോ കുറച്ച് ചെറുപ്പക്കാര് വന്ന് അഭിവാദ്യം അർപ്പിച്ചിട്ട് കേറിയിരുന്നു. ഇബ്രാഹിം നബിക്ക് ഒരു സ്വഭാവമുണ്ട്. ഇബ്രാഹിം നബിക്ക് ഖലീൽ എന്നാണ് വിളിക്കുന്നത്, അറിയാലോ. ഇബ്രാഹിം നബിക്ക് ഖലീൽ എന്ന് വിളിക്കാൻ കാരണം എന്താ? ഇവിടെ നേരത്തെ പറഞ്ഞ ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യം. ശരിയാണ്, ദറസി പാരമ്പര്യമുള്ള നാടാണ് മുട്ടക്കാവ്. ഇന്നും അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എനിക്ക് വലിയ സ്നേഹമാണ്. ഞാൻ ഇന്ന് വരെ ഒരു വേദിയിലും പറയാത്തൊരു കാര്യം ഞാൻ പറയാം. ഇതുവരെ ഒരു വേദിയിലും ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ ആരടുത്തും പറഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ 2-3 മാസങ്ങൾക്ക് മുമ്പ്, 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പോകുമ്പോ എന്നോട് വലിയ സ്നേഹമാണ്. അത് ഞാൻ PDP കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ PDP കാരനാണെന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ PDP കാരനൊന്നുമല്ല. എനിക്കങ്ങനെ പാർട്ടിയൊന്നുമില്ല. പക്ഷേ ഏത് വേദിയിലും ഞാൻ മഅദനി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യും. എനിക്ക് പ്രസംഗിക്കാൻ മഹാനായ ശംസുൽ ഉലമാഇ റളിയല്ലാഹു തആല അൻഹുവിന്, മഹാനായ ശംസുൽ ഉലമാഇ റളിയല്ലാഹു അൻഹു കൊടുത്ത റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത ഇജാസത്ത് ജാമിയ അൻവാറുൽ ശരീഅ യതീംഖാനയിൽ വെച്ച് എനിക്ക് ഉസ്താദ് പ്രസംഗിക്കാൻ വേണ്ടി ഇജാസത്ത് തന്നു. കോയമ്പത്തൂര് നിൽക്കുമ്പോഴും നല്ല ബന്ധമുണ്ട്. ഇപ്പൊ ബാംഗ്ലൂര് ഞാൻ നിരവധി തവണ പോയിട്ടുണ്ട് കാണാൻ. ഏറ്റവും ഒടുവിൽ പോകുമ്പോ പരിശുദ്ധമായ ഹറമിൽ മഅദനി ഉസ്താദ്, ആ ഹറമിൽ ഉസ്താദ് വിശുദ്ധമായ ഹജ്ജിന് പോകുമ്പോ ഹറമിൽ വെച്ച് ഒരു വലിയ മഹാൻ നൽകിയ ഒരു സമ്മാനം, ആ സമ്മാനം ഉസ്താദ് നിധി പോലെ കാത്തു സൂക്ഷിച്ചു. അതിനുശേഷമുള്ള എല്ലാ വേദികളിലും അത് തന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ തന്നോടൊപ്പം ഉണ്ടായിരുന്ന വേദികളിൽ ഒരിക്കൽ പോലും അത് മാറ്റിവെക്കാതെ അത് ജീവനായി തന്നെ കണ്ട്, അതിനുശേഷം ബാംഗ്ലൂർ പരപ്പന അഗ്രഹാര ജയിലിൽ പോകുമ്പോഴും കൂടെ കൊണ്ടുപോയി, അതിനുശേഷം മോചിതനായി സഹായ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും കൂടെയുണ്ട്. അതിനുശേഷം ഇപ്പൊ താമസിക്കുന്ന ഫ്ളാറ്റിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പോകുമ്പോ ആ സമ്മാനം അത് എനിക്ക് വേണ്ടി അത് തന്ന്, എന്നോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ട് അത് എനിക്ക് നൽകി. ആ സാധനമാണ് ഈ വിരലിൽ കിടക്കുന്ന മോതിരം. ഉസ്താദിന്റെ എല്ലാ പ്രഭാഷണങ്ങൾ നോക്കിയാലും അതിലൊക്കെ ഉസ്താദിന്റെ വിരലിൽ ഇത് ഉണ്ടാവും. അത് ഊരി എന്റെ കയ്യിൽ ബിസ്മീൻ ചൊല്ലിയിട്ട് തന്നു. ഇനി ഇത് നിന്മോന്റെ കൈ കിടക്കട്ടെ എന്ന് പറഞ്ഞു തന്നു. അത്രയും സ്നേഹമാണ് നമ്മൾ തമ്മിൽ. ആ മഅദനി ഉസ്താദിന് ജന്മം നൽകിയത് മുട്ടക്കാവിലാണ്. ഈ മുട്ടക്കാവിലാണ് മഹാനായ ശൈഖുന എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ സുഖമില്ലാതെ കിടക്കുന്നു, ഞാൻ വിളിച്ചു, ഉസ്താദെ ഞാൻ മുട്ടക്കാവില് പരിപാടിക്ക് വന്നതാണ്. ഞാൻ ചോദിച്ചു, ഞാൻ വന്ന് കാണണോ, വേദിയിൽ ദുആ ചെയ്യണോ? ദുആ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട എന്റെ അഭിമന്യനായ ഗുരുനാഥൻ എന്നെ ഞാനാക്കി മാറ്റിയതിൽ എന്റെ മറ്റു ഉസ്താദുമാരെ പോലെ ഏറെ പങ്കുവഹിച്ച, വളരെ ആദരവോടുകൂടി വളരെ വളരെ ബഹുമാനത്തോടുകൂടി ഞങ്ങൾ നോക്കിക്കാണുന്ന നമ്മുടെ സർവസ്വമായ ശൈഖുന, ബഹുമാനായ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, ഈ കേരളത്തിൽ ഇത്രത്തോളം വിനയത്തിന്റെ പ്രതീകം എന്ന് പറയാൻ കഴിയുന്ന ഇത്രയും ഒരു പാവപ്പെട്ട മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്ന അത്രയും വിനയമുള്ള ശൈഖുന KP അബൂബക്കർ ഹദ്റത്ത് ഉസ്താദ് അവറുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതേപോലെ ഈ മുട്ടക്കാവിന് സ്വന്തമായുള്ള ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഹൈദ്റൂസ് ഉസ്താദ്. രണ്ടുപേരും ഒരു നാട്ടിൽ നിന്ന് വന്ന് ഒരു നാട്ടിലെത്തപ്പെട്ട് അൽഹംദുലില്ലാഹ് വളരെ മനോഹരമായി. ഞാന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, രണ്ടുപേരും ഒന്ന് ദക്ഷിണയാണ്, ഒന്ന് സമസ്ത AP വിഭാഗമാണ്. ശരിയാണ്.
ഞാനിത് നമ്മുടെ ദഅാമുൽ ഖദമിന്റെ പരിപാടിയിൽ കരുനാഗപ്പള്ളി പ്രസംഗിക്കുമ്പോൾ ഏരൂര് ശംസുദ്ദീൻ ഉസ്താദ് പറഞ്ഞൊരു വാക്ക് എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ട്. ഖുതുബുൽ അഖ്താബുമാര് 4 പേരാ, മുഖറബുൽ അംലാക്കുമാര് 4 പേരാ, മദ്ഹബുകൾ 4 ആണ്, ഖലീഫമാര് 4 ആണ്, കേരളത്തിലെ സുന്നി പ്രസ്ഥാനങ്ങളും 4 ആണ്. ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരാളിലും. ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്. ഖുതുബുൽ അഖ്താബുമാര് 4, ഖലീഫമാര് 4, മദ്ഹബുകൾ 4, മുഖറബുൽ അംലാക്കുമാര് 4, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് 4ന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞു. കേരളത്തിലെ സുന്നി പ്രസ്ഥാനങ്ങൾ 4. നമ്മൾ ആരെ ചീത്ത വിളിക്കാനാ? അതിന് നമുക്ക് എന്തിരിക്കുന്നു? 4 പേരും 4 പേരുടെ ദൗത്യം നിർവഹിക്കുന്നു. ആശയപരമായി ആരൊക്കെ ഭാര്യ അയല വാങ്ങിക്കുന്നതിനും ഭർത്താവിനും ചൂര വാങ്ങുമെന്ന് പറയുന്നത് ഇത് ചൂര ഹറാമായതുകൊണ്ടാണോ, അല്ലെങ്കിൽ അയല മോശമായത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവരെ തമ്മിൽ ഡിവോഴ്സിലായത് കൊണ്ടാണോ? ഒരാളുടെ ആഗ്രഹം അത് പറയുന്നു. പക്ഷെ മതത്തിന് വിരുദ്ധമാകാത്ത കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് ആശയപരമായ ചില വിഷയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സുന്നി പ്രസ്ഥാനങ്ങളിൽ ഒരു ചെറിയ ബാലൻസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ അതൊന്നും ഈ ഉമ്മത്തിന് ഒരു നാശവും ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ ഉണ്ടാവുകയുമില്ലെന്നാണ് വിശ്വാസം. അത്രയും വളരെ ഗൗരവത്തിൽ ഞാൻ പറയുന്നു. ഈ മുട്ടക്കാവിന്റെ രണ്ടാമത്തെ മുട്ടക്കാവിന്റെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, മുട്ടക്കാവിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വത്തെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന ഹൈദരൂസ് ഉസ്താദാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇനി വേറെ ആരും ഇല്ലല്ലോ. പിന്നെ ഉമർ ഉസ്താദ് ഉണ്ടല്ലേ, അങ്ങനെ ഒരുപാട്. പിന്നെ ആ ലെവലിലുള്ള സെക്കൻഡ് ടീമുകാർ ഒരുപാട് ഉസ്താദുമാരുണ്ട്. അൽഹംദുലില്ലാഹ് അതൊക്കെ മുട്ടക്കാവിന് സ്വന്തമാണ്. ഈ ദർസി പാരമ്പര്യമുള്ള നാടാ കണ്ണനല്ലൂര്. കണ്ണനല്ലൂര് നമ്മളെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ദിൽദാർ വന്നില്ലേ? ഇല്ല. കണ്ണനല്ലൂര് സ്ഥിരമായി പരിപാടി നടത്തുന്നതാണ്. എവിടെ ഈ ഭാഗത്ത് എവിടെ വന്നാലും അവർ വരും. എന്താ നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും തരുകയാണോ? ഒന്നുമല്ല. അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കും. നമ്മൾ പറയുന്ന കാര്യം അവർ കേൾക്കും, അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. നമ്മൾ പറയുന്നത് ആരാ? നേരത്തെ പറഞ്ഞ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചെന്ന് നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് കുത്തിയിരുന്ന് എഴുതിയെടുത്ത് കാണാതെ പഠിച്ച് നമ്മളത് ജനങ്ങളുടെ മുമ്പിൽ പറയുന്നു. അല്ലാതെ ഇതൊന്നും നമുക്ക് വഹിയിട്ടുന്നൊന്നും അല്ല. ഉസ്താദുമാരുടെ ദുആ ഉള്ളതുകൊണ്ടാ. മോൻ ദുആ കേട്ടോ എന്ന് KP ഉസ്താദ് പറഞ്ഞപ്പോ സന്തോഷമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറി. ആ ഒരു ഊർജ്ജമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അൽഹംദുലില്ലാഹ്. അല്ലാതെ എന്റെ ഇൽമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഈ മണ്ണ് അത്രയും പവിത്രമായ മണ്ണാണ്. ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, അള്ളാഹു ഏറ്റവും നല്ല ആദരവ് കൊടുത്ത ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അത് മനുഷ്യനാണ്. ആദരവിന്റെ 3-ാം ഘട്ടം അവനെ ഏറ്റവും നല്ല കോലത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. സൂര്യനേക്കാൾ ചന്ദ്രനേക്കാൾ സൗന്ദര്യം മനുഷ്യനാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മാലാഖമാര് മനുഷ്യന്റെ വേഷത്തിലാണ് വരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഖലീൽ എന്ന് പേര് കിട്ടാൻ കാരണം, അവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോയത്. ഖലീൽ എന്ന് പേര് കിട്ടാൻ കാരണം എന്താ? അതിഥിയോടൊപ്പം അല്ലാതെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരാളോടൊപ്പം ഭക്ഷണം കഴിക്കലല്ലാതെ അദ്ദേഹം കഴിച്ചിട്ടില്ല. ഇന്നിപ്പോ ഇവിടെ വന്ന ഉസ്താദുമാര് പറഞ്ഞു ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കുന്നു ആളുകൾക്ക്. ശരിയാണ്. ഫൈസൽ വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു ടേബിൾ നിറച്ച് ഭക്ഷണം. ഇപ്പൊ എന്താണ്, നമ്മൾ ഏതിൽ എടുക്കാനായി ഏതെങ്കിലും ഒന്നെടുത്ത് അങ്ങനെ ഓടി തിന്നതാണ് ഈ കാണുന്ന കോലം അത്രയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലാതെ ഫൈസലിന്റെ ദേഷ്യം കൊണ്ടല്ല. അത് കഴിക്കി ഇത് കഴിക്കി അപ്പൊ എല്ലാം കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എത്രത്തോളം കഴിക്കരുതെന്ന് തീരുമാനിക്കുമ്പോഴും വീട്ടുകാർ പറയുന്നത് ഇന്നും കൂടെ നിങ്ങൾ കഴിക്കും, നാളെ പോകണടുത്ത് കഴിക്കണ്ട. നാളെ പോകുമ്പോൾ പറയണവര്. അപ്പോൾ ഉള്ള അവസ്ഥ എന്താ? ഇപ്പൊ ശ്വാസം പോലും വിടാൻ പറ്റാത്ത അവസ്ഥയിൽ പലരും എന്നോട് പറഞ്ഞു തടി കൂടുന്നുണ്ട്. ശരിയാണ്. അത് അള്ളാഹു നമുക്ക് തരുന്ന ഒരു ഫളിലാണ്. ഭക്ഷണമായി അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ കഴിക്കുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതൊക്കെയല്ലേ സ്നേഹം എന്ന് പറഞ്ഞാൽ. നമ്മൾ നിങ്ങളെക്കാളും ശ്രേഷ്ഠരൊന്നുമല്ല, നമ്മളെക്കാളും നിങ്ങളും ഒരിക്കലും പരമദരിദ്രരുമല്ല. നമ്മളെല്ലാം പാവങ്ങൾ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഖലീൽ എന്ന് പേര് കിട്ടിയത് അതിഥിയോടൊപ്പമല്ലാതെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതിഥികൾ കുറച്ച് പേര് വീട്ടിൽ വന്നപ്പോ, നിങ്ങൾ എവിടത്തുകാരാ, എന്തിനാ അവിടെ വന്നത്? കലണ്ടർ വിൽക്കാനാണോ, അല്ലെങ്കിൽ പിരിവിനാണോ, അല്ലെങ്കിൽ എവിടെന്നാ വന്നത്, കല്യാണം വിളിക്കാൻ? അതൊന്നും ചോദ്യമില്ല. ഇബ്രാഹിം നബി അകത്തേക്ക് പോയി. ഇവര് വന്നു. ഖുർആൻ പറയാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അകത്തേക്ക് കയറി. എന്നിട്ടൊരു രീതി പറഞ്ഞുതരാം. അല്ല നമ്മളെ കണക്ക് ഒരാളെ കയറി വന്നാ ചോദിക്കും വല്ലതും കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചാ മാന്യത ഉള്ളവൻ പറയും അപ്പൊ കഴിച്ചിട്ടാ വന്നൊന്നും വേണ്ടെന്ന് പറയും. അവനോട് അങ്ങനെ ചോദിക്കാൻ കൊള്ളാമോ? അങ്ങനെ ചെയ്യരുത്. ആദ്യതേരെ ചെയ്യേണ്ട രീതി എന്താണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട്ടിൽ നിൽക്കുമ്പോൾ ഇതാ കുറച്ച് ആളുകൾ വരുന്നു. ഹല്ലതാക ഹദീസു ലൈഫി ഇബ്രാഹിമൽ മുക്റമീ,
ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ അതിഥികൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഇദ്ദഖലൂ അലൈഹി ഫഖാലൂ സലാമാ, അവർ കേറിയിട്ട് അവർ പറഞ്ഞു അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ ഒരു അഭിവാദനം പറഞ്ഞു. ഖാല സലാം, ഇബ്രാഹിം നബി തിരിച്ചും അഭിവാദനം പറഞ്ഞു. ഖൗമും മുക്റമൂൻ, കേറിയിരിക്കൂ. ഖൗമും മുക്റമൂൻ, കേറിയിരിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബഹുമാനപ്പെട്ട ജനങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബഹുമാനിക്കാൻ ഇരിപ്പിടം കൊടുത്തു. എന്നിട്ട് നേരെ എന്ത് ചെയ്തു? ഫറാഗ ഇലാ അഹ്ലിഹി, അവിടെ വിശേഷങ്ങളൊന്നും ചോദിക്കാനൊന്നില്ല. അവരോട് കഴിച്ചോ തിന്നോ ഇതൊന്നും ഒരു ചോദ്യമല്ല. ഫറാഗ ഇലാ അഹ്ലിഹി, ഓടി അടുക്കളയിൽ ചെന്നു. എന്നിട്ട് ഭക്ഷണം എടുത്തു. ഫജാഅ ബിഇജ്ലിൻ സമീ, നല്ല ഇറച്ചിയുമായിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് അവരോട് പറയുക, ഈ ഭക്ഷണം കൊണ്ടുവന്നവരുടെ മുമ്പിലേക്ക് എങ്ങോട്ട് വെച്ചു. എന്നിട്ട് ചോദിക്കുന്നു, ഖാല അലാ തഅകുലൂൻ, തിന്നാലേ, കഴിക്കല്ലേ എന്നാ ചോദിക്കേണ്ടത്, അല്ലാതെ കഴിച്ചോന്നല്ല. നമ്മ കഴിച്ചാലോ ഇൻഷാ അല്ലാഹ് കഴിക്കല്ലേ എന്ന് പറഞ്ഞു. അതിഥി അങ്ങനെയാകണം. ആദ്യം ഇരിക്കണം. ആദ്യം അവരെ ഇരുത്തിയിട്ട് അവര് എഴുന്നേറ്റ് പോകരുത്. ചിലപ്പോ വീട്ടുകാരെ ഇരുന്ന് കഴിക്കും നമ്മളോടൊപ്പം. അയാൾ രണ്ട് പിന്നെ എന്താണ് ഒറോട്ടി അതൊക്കെ തിന്നിട്ട് എഴുന്നേറ്റ് ഒരൊറ്റ പോകും. പിന്നെ അയാളെ നിജമായ പിന്നെ നമ്മളിരിക്കുന്ന നമ്മൾ എണീക്കും. അത് ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടത് അതിഥികൾ കഴിച്ച് തീരുന്നത് വരെ നമ്മൾ അവിടെ ഇരിക്കണം. പിന്നെ പോകുന്ന നമ്മൾ ഇച്ചിരി മാന്യത കാണിക്കുന്നത് വേറൊരു വിഷയം അല്ലെ. 3 ദിവസം അതിഥി സൽക്കാരമുള്ളൂ. 3 ദിവസം. 4ൽ നിന്ന് അവിടെ പിന്നെ അവന്റെ റേഷൻ വാങ്ങിക്കാൻ വേണ്ടി കിടക്കരുത്. അവന് കൊടുക്കലും നിർബന്ധമില്ല. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവന്റെ മഹൽ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. 3 ദിവസേ ഒരു വീട്ടിൽ പോയാൽ നിൽക്കാവൂ. 3 ദിവസം അല്ലാതെ നിൽക്കരുത്. അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം.